വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്യൂരിറ്റൻ വാദമുണ്ട്. ഞങ്ങളാണ് ശുദ്ധിയായ സംഗതി കഴിക്കുന്നത് എന്ന് പറയുന്ന കാര്യം. നിങ്ങൾ വഴിയിലിറങ്ങിപ്പോയി നോക്കിയോ, പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന ബോർഡ് കാണാം. പ്യുവർ നോൺ വെജ് എന്നുള്ള ഹോട്ടൽ ബോർഡ് കണ്ടിട്ടുണ്ടോ? ഇവിടെ നോൺ വെജ് മാത്രം, പ്യുവർ നോൺ വെജ് മാത്രം എന്ന് പറയുന്ന ബോർഡില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വെജിറ്റബിൾ കുറുമയും കിട്ടും, ബീഫ് കുറുമയും കിട്ടും. മറ്റിടത്ത് വെജ് കുറുമ മാത്രമേ കിട്ടുള്ളൂ, മസാലോശയും നെയ്റോസ്റ്റും വടയുമേ കിട്ടുള്ളൂ. അത് പ്യുവർ വെജാണ്. അതിനകത്ത് മീറ്റിൻ്റെ ഒരു ഘടകവും ഇല്ല, മീറ്റ് ഉണ്ടാക്കുന്ന പാത്രം പോലും ഇല്ല, തൊട്ടടുത്ത് പോലും മീറ്റിൻ്റെ കടയില്ല. ആ നിലയ്ക്കുള്ള പ്യുവർ വെജാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്യൂരിറ്റൻ വാദം, ഞങ്ങൾ ഏറ്റവും ശുദ്ധിയായ സംഗതികൾ നൽകുന്നു എന്ന വാദമുണ്ട്. പിന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എടുത്താൽ തന്നെയും ഈ മീറ്റ് കഴിക്കുന്ന ആൾക്കാർ മോശക്കാരാണ് എന്ന് പറഞ്ഞാൽ അവർ കണ്ട ചത്തതിനെയൊക്കെ കഴിക്കുന്നവന്മാരാണ് എന്ന് പറഞ്ഞാൽ എത്ര പേരെ കണ്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ പോലും നമുക്ക് ഒരുപാട് റെഫറൻസ് കാണാൻ പറ്റും. കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിലാണ് മോദി പറഞ്ഞത്, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, അദ്ദേഹം ആട്ടിറച്ചി വെക്കുന്ന വീഡിയോ കണ്ടോ എന്ന് ചോദിച്ച ആളാണ്. അദ്ദേഹം ലാലു പ്രസാദിൻ്റെ കൂടെ ഒരു ദിവസം ഈ മീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ വന്നപ്പോൾ അദ്ദേഹം ആട്ടിറച്ചി കറി വെച്ച് കഴിച്ച ആളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ നോക്കിയതാണ് മോദി. ഇന്ത്യയിൽ 70% പേരും മീറ്റ് കഴിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യ നിലനിൽക്കെ 30%-ൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ അവർ നോൺ വെജ് കഴിക്കുന്നില്ല, വെജ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അവരാണ് ശുദ്ധരായ ആളുകൾ, അവരാണ് ഈ രാജ്യത്തിൻ്റെ പ്രതിനിധാനം, അവരാണ് ഉന്നതരായ മനുഷ്യന്മാർ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രശ്നം ഇന്ത്യയിലുണ്ട്. നോൺ വെജ് ഇപ്പോൾ നോക്കൂ, മിക്ക മഹാനഗരങ്ങളിൽ പോയാൽ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകളുടെ ഹൗസിംഗ് സൊസൈറ്റികളുണ്ട്. ഓൺലി വെജിറ്റേറിയൻ എന്ന ബോർഡുകൾ കാണാം. നോൺ വെജ് ഹൗസിംഗ് സൊസൈറ്റികൾ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. വെജിറ്റേറിയൻ ആണോ നിങ്ങൾ കഴിക്കുന്നത്, നോൺ വെജ് കഴിക്കും, അങ്ങനെയാണ് നിങ്ങൾക്ക് വീട് വാടകയ്ക്ക് തരാൻ പറ്റില്ല എന്ന പ്രശ്നം ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്യൂരിറ്റൻ വാദക്കാർ, ഞങ്ങൾ ആണ് ടോപ്പ്, ഞങ്ങളാണ് നല്ലത് കഴിക്കുന്നത്, നിങ്ങൾ മോശം കഴിക്കുന്നവരാണ്. നോർത്തിലേക്ക് പലയിടത്തും പോയാൽ കണ്ടോ, അത് ചത്ത പശുവിനെ കഴിക്കുന്ന ദലിതർ, ജാതിയിൽ താഴ്ന്ന ആൾക്കാർ, ബീഫ് കഴിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു പരിധി കഴിഞ്ഞ് പ്യൂരിറ്റൻ വാദവും കഴിഞ്ഞ് വംശീയതയിലേക്ക് കടന്ന് വംശീയ കഴിഞ്ഞ അക്രമവും വംശീയ കൊലയിലേക്ക് വരെയും ഇന്ത്യയിലെ ഈ ഭക്ഷണ വിവേചന പ്രശ്നം കടന്നു പോയിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രനായകൻ തന്നെ ഭക്ഷണം നോൺ വെജ് കഴിക്കുന്നവർ, വെജ് കഴിക്കുന്നവർ എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്കാരത്തെ അപകടപ്പെടുത്താൻ വന്നിരിക്കുന്ന നോൺ വെജ് ഭക്ഷണക്കാർ എന്ന് പറയുന്ന വിവേചനം ഉണ്ടാക്കുന്നുണ്ട്. സോ റേസിസവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് ഈ സംഭവം എന്ന് കാര്യം തള്ളി പറയാൻ പറ്റാത്ത ഒന്നാണ്. വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾ, അദ്ദേഹമൊക്കെ വെജിറ്റേറിയൻ ആണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ പൊതുവെ എല്ലാവർക്കും ഒരു നല്ല മനുഷ്യൻ എന്ന് തോന്നും. അത് കുഴപ്പമാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വാലിഡായ പോയിൻ്റാണ്. എന്ന് വെച്ച് വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരെല്ലാം മോശമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപാട് പേര് വെജിറ്റേറിയൻ കഴിക്കുന്ന, അതായത് നോൺ വെജ് ഫുഡ് ഗംഭീരമായി ഉണ്ടാക്കുന്ന വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. ഫുഡ് ഉണ്ടാക്കി സുഹൃത്തുക്കൾക്ക് കൊടുക്കും, പക്ഷേ അവരൊരിക്കലും അത് കഴിക്കാറില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഇതിനകത്ത് ഒരു ഡിസ്കഷൻ പോയിൻ്റ് ഉണ്ട്. അതൊരു കേവലമായ തമാശയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.